പറഞ്ഞ സിസ്റ്റം ഉണ്ടെന്ന് അല്ലേ? ആ സിസ്റ്റം പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നിലാമുൽ വസ്ഫി, നിലാമു സൗത്തി, നിലാമു താരീഖി, അങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. നിലാമു ദലാലി, നിലാമു നഹവി, അങ്ങനെ ഒരുപാട് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഒരുപാട് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഹാദിഹിയ അമലിയത്തുല്ലത്തി യത്ബഅഹ, ഇത് ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതാണ് മുഅല്ലമുൻ നാസ്, അധികം ആളുകളും ഇന്ദ മുഹാവറത്തി തഅലീമി ലുഗത്തിൽ ഉഖ്റ, മറ്റൊരു ഭാഷ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം, നമ്മളിപ്പോൾ പറഞ്ഞ സിസ്റ്റങ്ങളൊക്കെ അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഹുനാ യത്തിമു ത്വാലിബ്, അങ്ങനെ കുട്ടിക്ക് പരിപൂർണ്ണമാക്കാൻ സാധിക്കും. ഈ ദിറാസത്തി ഖവായിമുൽ മുഫ്രദാത്ത്, എന്ത് ഈ ഒരു മുഫ്രദാത്തിന്റെ ലിസ്റ്റുകള് എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. പകരം ഞാൻ ഹൈക്കലിൽ ജുംലത്തി വൽ ഖവായിദ്, അതായത് അവന്റെ അടുത്ത് ഒരു ഇതുണ്ടാവും, എന്ത് അവന്റെ അടുത്ത് ഒരു പിന്നെ ഒരു വാക്കിന്റെയും വാക്യത്തിന്റെയും ഒരു കായികയുടെ ഒക്കെ ഒരു ഹൈക്കൽ രൂപം ഉണ്ടാവും, ഒരു ഹൈക്കൽ രൂപം ഉണ്ടാവും. മനസ്സിലുണ്ടോ? ആ രൂപം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹൈക്കൽ എന്ന് നമ്മൾ പറഞ്ഞ അമ്പലമാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ രൂപമാണ്, ഒരു രൂപം ഇല്ല, ഭാഷയുടെ രൂപമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു, അത് വെച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, മറ്റു ഭാഷയിലെ താരതമ്യം ചെയ്ത് ആ ഭാഷ നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടി പഠിക്കുന്നു കേട്ടോ. എല്ലാവരും 9:30 കൃത്യത്തിന് 9:20 തന്നെ ഞാൻ ഓപ്പൺ ആക്കൂട്ടോ. 9:20 തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി ഇങ്ങനെ വിളിക്കാൻ ഓരോരുത്തർ വിളിക്കാൻ നിൽക്കണ്ട. 9:20 ആണെങ്കിൽ ക്ലാസ് തുടങ്ങാം. 9:15 ഇത് തറാവിക്ക് ഉണ്ട്. ഇനി ഓരോരുത്തർ വിളിക്കാൻ നിൽക്കണ്ട. 9:20 ക്ലാസ് തുടങ്ങാം. ഇനി 9:00 എന്തായാലും എല്ലാവരും എത്തും കേട്ടോ. 9:00 ക്ലാസ് ആണ് തുടങ്ങും. അതിഹി അഞ്ഞ് ആകെ 10-12 ഡിസംബറിലുള്ളൂ. അത് ശ്രദ്ധിക്കുക. 10 ദിവസം തന്നെ ഉള്ളൂ. ഇനി അതിഹി ത്വരീഖത്തുൽ അക്സർ ഷുയൂഅൻ ഫിൽ മദാരിസി വ മറാകിസ് തഅലീം, ഇതെന്താണ്, സ്കൂളുകള് ഭാഷ പഠിക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വർക്കിന്റെ കാര്യം, ഇതിന്റെ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് പറയാനുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇത് എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി വേറുള്ള സമയത്തൊക്കെ ഉറങ്ങുക, ക്ലാസ് സമയത്ത് ഉറങ്ങാതെ മറ്റുള്ള സമയത്തൊക്കെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. യാത്തബിർ തഅല്ലുമുൽ ലുഗ ബിശക്ലിൻ ആമിൻ, ഈ ഭാഷ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, ഒരു പൊതു രീതിയിൽ അമലിയത്തിൻ ഒരു പ്രോസസ്സാണ്. അബുത്താമിൻ ഇക്തിസാബിൽ ലുഗ, ഭാഷ പഠിക്കാൻ അത് എന്ത് ചെയ്യും, പിന്തിച്ച് നിൽക്കും, അതിന്റെ സ്പീഡ് കുറയും അല്ലെ. ഏറ്റവും സ്പീഡ് കുറഞ്ഞ ഒരു രൂപമാണ് ഭാഷ പഠിക്കൽ എന്നുള്ളത് കണക്കാക്കുന്നു. ഹുനാഷ അസ്ഹാസൻ, ഇവിടെ ചില വ്യക്തികളുണ്ട്, എദർസൂന ലുഗ, അവര് ഭാഷ പഠിക്കുന്നത് ലി സനവാത്തിൻ ദൂന ഇത്ഖാനിഹ, എന്താണ് ഒരുപാട് കൊല്ലം വെച്ചിട്ടാണ്. ദൂന ഇത്ഖാനിഹ, അത് കുറ്റമറ്റതാക്കി തീർക്കാതെ എന്നിട്ട് പഠിക്കുകയും ചെയ്യും. നമ്മളൊക്കെ നെഹ്വു പഠിച്ചേരി അല്ലേ, നമ്മളെ നെഹ്വു പഠന ഇപ്പൊ മനസ്സിലായില്ലേ എത്രത്തോളം നല്ലന്ന്. അബുൽ ഹയർ സാറ് ക്ലാസ് കിട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ പൊട്ടന്മാരാണെന്നുള്ളത് അല്ലേ. എനിക്കേതായാലും മനസ്സിലാക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കുന്നുള്ളതൊക്കെ അറിയാം. കാരണം ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവുണ്ട്, നമുക്ക് അത് എത്തിക്കാനില്ല അല്ലെ. എത്ര ലാമിനെ പറ്റിട്ടാണെന്ന് പറഞ്ഞ് അതാണ് നമ്മൾ പഠിച്ച അടിത്തറൊന്നും ശരിയായിട്ടില്ല. ഫർഖുർ റഈസി എന്താണ്, അത് അങ്ങനെ തന്നെ പോണം. അബുൽ ഹയർ ക്ലാസ് തട്ടി പൊളിയട്ടോ, അങ്ങനെ തന്നെ പോണം. ആ ക്ലാസ് ഒക്കെ അങ്ങനെ തന്നെ പോണം. അൽ ഫർഖുർ റഈസി, ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പിന്നെ വ്യത്യാസം എന്താ അതിന് ഇക്തിസാബിൽ ലുഗ. ഇനി ഇതിന്റെ വ്യത്യാസമല്ല പറഞ്ഞു, അതിന് ഇക്തിസാബ് അടിസ്ഥാന വ്യത്യാസം എന്താ, തഅല്ലുമുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ തഅല്ലുമുൽ ലുഗ അടിസ്ഥാന വ്യത്യാസം എന്താ, ഹുവ അതെന്താണ്, ഇക്തിസാബുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ എന്ന് പറഞ്ഞാല് അതിന്റെ അടിസ്ഥാന വ്യത്യാസം പറയാൻ പോട്ടെ. ഹുവ തരീഖത്തുൽ തഅല്ലുമുൽ ലുഗ അൻ തരീഖിൽ ഇമാസ്, ഒരു എന്താണ് ആ ഭാഷയിലുള്ള ഒരു ആഴത്തിലിറങ്ങിയുള്ള ഒരു പഠനമാണെന്ത്, ഭാഷാ പഠനം എന്ന് പറഞ്ഞാല്. അപ്പോൾ യുസഫിദു, അത് വിഭാവനം ചെയ്യുന്നു ബി മാരിഫത്തിൽ ഇൽമിയ ലുഗ, ഭാഷയുടെ ഒരു പ്രോസസ്സ് ചെയ്യുന്നു, ഇതാക്കുന്നു. അലാ സബീൽ മിസാൽ, ഉദാഹരണത്തിലൂടെ. ഫലാ ബുദ്ധ ലാ യഅരിഫു ത്വാലിബു, വിദ്യാർത്ഥി ആകുന്നില്ല ഖവായിദ്, പ്രിൻസിപ്പിള് വിദ്യാർത്ഥി അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ അറിയാത്തോണ്ടാണ് നമ്മൾ നെഹ്വു ശരിക്ക് പഠിക്കാത്തത്. നമ്മളാകെ മബനിയും മുറബും എന്താ പഠിച്ചത്, അസ്മാഉൽ ഖംസി അഫ്ആലുൽ ഖംസിയെ പഠിച്ചിട്ടുള്ളൂ. നമ്മളാകെ അത്ര പഠിച്ചിട്ടുള്ളൂ അല്ലേ. അതിന്റെ യഥാർത്ഥത്തിൽ ഇപ്പൊ നാളെ അബുൽ ഹയർ സാർ ക്ലാസ് എടുത്തരി അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടാ ഇല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. വലാകിന്നഹു ലാ യസാലു, എന്നാൽ എന്താണ് അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ഖാദിറൻ, കഴിവുള്ളതാക്കും. അല തഹദ്ദുസി, സ്പീക്കിങ്ങിന് ബി ത്വരീഖത്തിൻ സ്വഹീഹ മാ മവാത്തിനി, എന്താണ് വളരെ ശരിയായ രീതിയിൽ എന്താണ് രാഷ്ട്രങ്ങളുടെ കൂടെ അത് ഇതാക്കാൻ സാധിക്കുന്നതാണ്. ഭാഷ പഠിക്കുന്നത് കേന്ദ്രീകരിക്കും അലാ തൗഫീരി മാരിഫത്തിൻ നദിരത്തിൽ ലുഗ, ഈ
ഭാഷ പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റിന് ലഭ്യമാകുന്നതായിരിക്കും. ഫി ഹാദിഹിൽ ഹാല, ഈ ഒരു അവസ്ഥയിൽ ഖദ് യഅരിഫു ത്വാലിബു, കുട്ടി തിരിച്ചറിയും ജമീഅ ഖവാഇദ് നഹ്വിയ, എന്ത് ഭാഷ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ നഹ്വിയായ ശരിയായ രീതിയിൽ നഹ്വിയ പഠിക്കും. മറ്റേ ഇക്തിസാബുൽ വഅ എന്നിട്ടോ ഇക്തിസാബുൽ വഅ പഠിക്കുമ്പോൾ ഭാഷ എന്ത് ചെയ്യില്ല? നഹ്വിന്റെ രൂപങ്ങൾ, നഹ്വിന്റെ ഖവാഇദ് ശരിക്കും പഠിക്കണില്ല. നഹ്വിന്റെ ഖവാഇദ് ശരിക്കും പഠിക്കുന്നില്ല. എന്നാൽ ഭാഷ പഠിക്കുമ്പോഴോ നഹ്വിന്റെ രൂപങ്ങൾ ശരിക്കും പഠിക്കും. ശരിക്ക് അബുൽ ഹയാർ സാറ് പഠിച്ചത് ഭാഷന്റെ ആ രൂപത്തിൽ തന്നെ പഠിച്ചത് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു പിന്നെന്താണ് വിദ്യാർത്ഥി മനസ്സിലാക്കും ജമീഅ ഖവാഇദ് നഹ്വിയ സ്വഹീഹ വതുർഖു സ്വഹീഹ, അതുപോലെ തന്നെ ശരിയായ റൂട്ടിലൂടെ അബുൽ ഹയാർ സാർ പറഞ്ഞില്ല, ശരിയായ റൂട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. ഹൈക്കലത്തി ജുംല, ആ ഭാഷന്റെ ആ ഒരു കെട്ടും മട്ടും ആ ഒരു പടവും അതിന്റെ ആ ഒരു ഘടനയും എല്ലാതും ഹൈക്കൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടും. കെട്ടും മട്ടും പടവും ഘടനയും ഒക്കെ പെടും കേട്ടോ. എന്നാൽ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാഷ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാല് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രവുമായിട്ട് സംസാരം നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഇവിടെ ദരിദ്രമാവും. മറ്റൊടുത്ത് എന്തുണ്ട്? സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടുന്നുണ്ട്. ഇക്തിസാബുൽ വഅയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടുന്നുണ്ട്. ഇവിടെ സംസാരിക്കാനുള്ള ഒരു കഴിവ് പോകും. അപ്പൊ രണ്ടുമുള്ള വ്യത്യാസം മനസ്സിലാക്കും. മറ്റൊടുത്ത് നഹ്വ് പഠിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കായിക പഠിക്കാൻ എന്തുണ്ട്? കായിക പഠിക്കണ ഫുൾ രൂപത്തിലേക്ക് എത്തുന്നില്ല. എന്നാൽ ഇവിടെ ശരിക്ക് കായിക പഠിക്കുന്നുണ്ട്. കായിക അതിന്റെ രൂപത്തിൽ കറക്റ്റില് പഠിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇശാന്റെ ശേഷം മതി ക്ലാസ് കേട്ടോ. ഇപ്പൊ ഏകദേശം എന്താ വെച്ചാല് സമയമായി തുടങ്ങി. അതിപ്പോ മലയാളം നമുക്ക് അറിയില്ലല്ലോ, മലയാളത്തിന്റെ ഗ്രാമർ ഒന്നും.